പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാട്ടുകാരുടെ രോഷം തെളിവെടുപ്പടക്കമുള്ള നടപടികൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് നിഗമനം. ജില്ലാ പോലീസ് മേധാവിയുമായി ചർച്ച നടത്തി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുമ്പായി മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ സാധ്യതയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കും കടക്കും. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ചെന്താമരയ്ക്കെതിരെ ഗുരുതരമായ പരാമർശമുണ്ട്. താൻ തെറ്റു ചെയ്തെന്നും ശിക്ഷിക്കൂ എന്നും കോടതിയോട് പറഞ്ഞ ചെന്താമരയ്ക്ക് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിട്ടില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതി നടപ്പിലാക്കിയ കൊലപാതകമെന്ന് തെളിയിക്കാനാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയായേക്കും. ഈ സാഹചര്യത്തിൽ രഹസ്യമായിട്ടായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ. പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. അതേസമയം പ്രതിക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകുമോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഒരു നാടിന് ഒന്നാകെ സമാധാനം കിട്ടണമെങ്കിൽ ചെന്താമരയ്ക്ക് വധശിക്ഷയോ മരണം വരെ ജീവപര്യന്തമോ നൽകണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഈഴവരുടെ പിൻബലമില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വിജയിക്കാനാവില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അംഗീകാരവും പരിരക്ഷയും കിട്ടുന്നത് LDF-ൽ നിന്നാണ്. കോൺഗ്രസിൽ ഈഴവർക്ക് എന്ത് പരിഗണന ഉണ്ടെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ഈഴവരുടെ പിൻബലമില്ല എങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും വിജയിക്കാൻ സാധിക്കില്ല. ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഏതാണ്ട് 30%, ഈഴവ തന്നെ 29% പട്ടികജാതി പട്ടികവർഗമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയൊക്കെയാണ് ഈഴവര പിന്നോക്ക വിഭാഗങ്ങളുടെ പിൻബലമില്ലാത്ത പോകുന്ന ആരായാലും തിരക്കില്ല, അവർക്ക് ഭരണം കിട്ടുകയില്ല. നിങ്ങൾ തന്നെ നോക്ക്, കോൺഗ്രസിന് ഈഴവനുണ്ടാ? ഇപ്പം തന്നെ ഇടതുപക്ഷം ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റികൾ എടുത്തു നോക്ക്, എത്രയോ ജില്ലാ സെക്രട്ടറിമാർ ഈഴവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതായത് ഇവിടെ എത്ര DCC പ്രസിഡന്റുമാർ ഈഴവരുണ്ട്, ഒരു പിന്നോക്കക്കാർ എത്ര പേരുണ്ട്? നോമിനേറ്റ് ചെയ്തപ്പോൾ പോലും ഈഴവന് പരിഗണന ആരെങ്കിലും തരുന്നുണ്ടോ? അതുകൊണ്ട് ഈഴവന് പരിഗണനയും പരിരക്ഷയും കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള നേരെ തന്നെ. അല്പമെങ്കിലും പരിരക്ഷയും കിട്ടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നാണ്. അതേസമയം BDJS NDA വിടില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJP ബന്ധം ഉപേക്ഷിക്കണമെന്ന് ചില പ്രാദേശിക നേതാക്കൾ ഉയർത്തുന്ന അഭിപ്രായം മാത്രമാണ്. NDA വിടണമെന്ന പ്രമേയം കോട്ടയത്തെ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തേക്ക് വരും ദിവസം BDJS പ്രതിനിധിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് ഏതാണ്ട് 2-3 കോർപ്പറേഷനുകളിൽ ഞങ്ങളുടെ ചെയർമാൻമാരുണ്ട്, വൈസ് ചെയർമാൻമാരുണ്ട്, ഇവരെ പല പോസ്റ്റുകളിൽ ഞങ്ങളുടെ ആളുകളുണ്ട്. പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് MP മന്ത്രി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് നേരത്തെ തന്നെ ഓഫർ ഉണ്ടായിരുന്നു, എനിക്ക് ചെല്ലുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അതിൽ നിന്ന് ഒഴിവായി മാറുകയുണ്ടായത്. അല്ലാതെ അവരാരും തരാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് യാതൊരു ഇപ്പോൾ ഇത്രയും നാളുകളുണ്ട് ഏതാണ്ട് തുടങ്ങിയപ്പോൾ 6% വോട്ടിൽ ഞങ്ങൾ തുടങ്ങിയതാണല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ 22-24% എത്തി. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു, 2 പേര് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. കേരളത്തിലെ എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു നാളെ തന്നെ ഇവിടെ അധികാരം പിടിച്ചുകൊള്ളാം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അല്ല NDAയിൽ ഞങ്ങൾ ചേർന്നിട്ടുള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയണം. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയോടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ സ്ഥലത്തുമുള്ള ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും എല്ലാം ഡിസ്കഷനുകൾ ആരംഭിച്ച് കഴിഞ്ഞു. എവിടെയൊക്കെ സീറ്റുകൾ എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്.